തന്നെയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം വിവരാവകാശ പ്രവർത്തകൻ ശ്രീ ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇത്തരത്തിലുള്ള സമീപനം എന്ന് പറയുന്നത് കൃത്യമായി നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ തന്നെ സർക്കാർ അതിനുവേണ്ടി അവരുടെ ആനുകൂല്യം അടക്കം ഉള്ളവയ്ക്ക് വേണ്ടി വലിയ തോതിൽ പണം ചെലവഴിച്ചതാണ്. എന്നിട്ടും ഈ പ്രവണത മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഹലോ, ഡോക്ടർ എനിക്കുമ്പ് കുറച്ചു മുമ്പ് ഡോക്ടർ സംസാരിച്ച പോലെ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നതിന് ഇവിടെ ആരും എതിരില്ല. പക്ഷേ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ആശുപത്രികളുടെ താലൂക്ക്, ജില്ല, അങ്ങനെ തുടങ്ങിയ ജനറൽ ആശുപത്രികളുടെ തൊട്ടടുത്ത് തന്നെ അഡ്വക്കേറ്റുമാർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മുറികളെടുത്ത് ഡ്യൂട്ടി സമയത്തിന് മുമ്പ്, അതായത് രാവിലെ 7 മണി മുതൽ 9 മണി വരെയൊക്കെ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ 10 മണിക്ക് ചെല്ലുക. അപ്പോൾ അവിടെ ആശുപത്രികൾ കാത്തിരിക്കുന്ന രോഗികൾക്ക് അവരുടെ സേവനം മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ഡ്യൂട്ടി സമയത്തിന് ശേഷം ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിന് ആരും എതിരില്ല. പക്ഷെ അവരുടെ വാസസ്ഥലങ്ങളിൽ ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ട് അത് ആരും മാനിക്കുന്നില്ലല്ലോ. ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യില്ല, ആരും പരിശോധിക്കുന്നില്ല. ആരോഗ്യ വകുപ്പ് വിജിലൻസ് പരിശോധിക്കുന്നില്ല, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ സർക്കാർ പൈസ മുടക്കുന്നതുകൊണ്ട് അവർക്ക് ചികിത്സ മര്യാദയ്ക്ക് കിട്ടുന്നില്ല. അതാണ് പരാതി. അത്രേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ.